10 മാർക്കിന്റെ വീഡിയോ എല്ലാവരും കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ SSLC എക്സാമിന് 8 മാർക്കും കൂടി അധികം കിട്ടാനുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഇതിൽ കുറച്ച് ക്വസ്റ്റ്യൻസേ ഉള്ളൂ, പക്ഷേ 8 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. എല്ലാവരും കാണാം, നല്ലപോലെ പഠിക്കാം. നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് തന്നെ നേരെ പോവാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ഡ്രോ എ റെക്ടാംഗിൾ ഓഫ് ലെങ്ത് 6 cm ആൻഡ് 3 cm. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. 6 cm സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. 6 cm 3 cm ഉള്ള ഒരു റെക്ടാംഗിൾ വരയ്ക്കാനാണ് നമ്മളോട് പറഞ്ഞത്. എന്താണ് ഇവിടെ 6 cm, ഇവിടെ 3 cm അതുള്ള ഒരു റെക്ടാംഗിൾ വെച്ചു. അത് റെക്ടാംഗിൾ വരച്ചാൽ തന്നെ നമുക്ക് മാർക്ക് കിട്ടും, ഒരു മാർക്കട്ടം കിട്ടുമായിരിക്കും. പിന്നുള്ളത് തന്നെ ഡ്രോ എ സ്ക്വയർ ഓഫ് ദി സെയിം ഏരിയ. ഇതിന്റെ സെയിം ഏരിയ ഉള്ള സ്ക്വയർ വരയ്ക്കാനാണ് പറഞ്ഞത്. ഇത് എന്ന് പറഞ്ഞാൽ സർക്കിൾ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ ഒരു ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻ ആണ്. ഇതിന്റെ സെയിം ഏരിയ ഉള്ള സ്ക്വയർ എങ്ങനെ വരയ്ക്കുക? ഇതിപ്പോൾ 3 cm ആണ്. നമുക്ക് സ്ക്വയർ വരയ്ക്കുമ്പോൾ 6 × 3 എത്രയാണ്? 18 ആയിരിക്കും ഈ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ. റെക്റ്റാങ്കിളിൻ്റെ ഏരിയ 18 ആയിട്ടുള്ള അതേ ഏരിയ വരുന്ന ഒരു സ്ക്വയറാണ് വരയ്ക്കേണ്ടത്. അപ്പോൾ ആ സ്ക്വയർ വരയ്ക്കുമ്പോൾ അതിൻ്റെ ഒരു സൈഡ് എന്ന് പറയുന്നത് √18 ആയിരിക്കും അല്ലേ? √18 × √18 അല്ലേ 18 കിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ അങ്ങനെ വെച്ച് ചെയ്യുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ കോമ്പസ് വെക്കുക. എന്നിട്ട് ഇത് നേരം കൊണ്ട് മാർക്ക് ചെയ്ത് ഇവിടെ 3 cm ഒപ്പിക്കുക. അല്ലെങ്കിൽ സ്കെയിൽ വെച്ചിട്ട് ഇവിടെ 3 cm ആഡ് ചെയ്ത് കൊടുത്താലും മതി. 3 cm ആഡ് ചെയ്യുക. അപ്പോൾ 6 + 3 എന്ന് പറഞ്ഞാൽ 9 cm ഉള്ള ഒരു സ്ട്രെയിറ്റ് ലൈൻ നമ്മുടെ കയ്യിലുണ്ട്. ഈ 9 cm മിഡ് പോയിന്റ് കാണാം. മിഡ് പോയിന്റ് കാണാൻ രണ്ട് സൈഡിലും കോമ്പസ് വെച്ച് ആർക്ക് കട്ട് ചെയ്യുക. അപ്പോൾ അവിടെ മിഡ് പോയിന്റ് കിട്ടും. ആ ലൈനിൻ്റെ മിഡ് പോയിന്റ് നമ്മളിപ്പം കണ്ടു. മിഡ് പോയിന്റ് പറയുന്നത് ഇതാണ്. ഇവിടെ കോമ്പസ് വെച്ചിട്ട് 6 + 3 അതായത് 9 cm ഡയമീറ്റർ വരുന്ന ഒരു സർക്കിളുണ്ട്, സെമി സർക്കിൾ നമ്മൾ ഇവിടെ വെച്ച് വരയ്ക്കുക. സെമി സർക്കിൾ ഇങ്ങനെ വരച്ചാൽ ഇങ്ങനെ കിട്ടും നമുക്കൊരു സെമി സർക്കിൾ. ഓക്കെ, ഈ സെമി സർക്കിളിൻ്റെ ഈ പോയിന്റ് നമ്മൾ ജോയിൻ ചെയ്യാം. ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു ഫിഗർ കിട്ടും. ഈ ഫിഗറിൽ നമ്മളിവിടെ P എന്നൊരു പേര് കൊടുക്കുക, ഇവിടെ A എന്ന് പേര് കൊടുക്കുക, ഇവിടെ B എന്ന് കൊടുക്കുക, ഇതിന് C എന്ന് കൊടുക്കുക. ഇത് കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ട് നമ്മൾ സർക്കിളിൽ പഠിച്ചൊരു റിലേഷനാണിത്. അതായത് PA × PB = PC² അല്ലേ? അങ്ങനെയാണ്. അതായത് 6 + 3 6 × 3 = ഈ PC എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ വരച്ച വര PC² ആയിരിക്കും. PC² എന്ന് പറയുന്നത് എത്ര ആയിരിക്കും? അന്നേരം 6 + 3 എന്ന് പറഞ്ഞാൽ 18 ആണ്. 18 എന്ന് പറയുന്നത് PC² ആണ്. അപ്പോൾ PC എന്ന് പറയുന്നത് √18 ആണ് അല്ലേ? അപ്പോൾ ഈ സൈഡ് √18 ആണെന്ന് നമുക്ക് കിട്ടി. ഓക്കെ, ഈ √18 വെച്ചിട്ട് ഇനി ഒരു സ്ക്വയർ വരച്ചാൽ പോരെ? നേരെ ഈ √18 കോമ്പസിൽ എടുക്കുക, 4 ഭാഗത്തേക്കും ആർക്ക് വിട്ടിട്ട് √18 വെച്ചിട്ട് ഒരു സ്ക്വയർ വരയ്ക്കുക. അപ്പോൾ ഇതിൻ്റെ ഏരിയ എന്ന് പറയുന്നത് അവസാനം കിട്ടുന്ന ഈ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ എന്ന് പറയുന്നത് ഇവിടെയും √18 ആണ്, ഇതും √18 ആണ്. രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ 18 കിട്ടും. അത് തന്നെയല്ലേ നമ്മൾ ആദ്യം വരച്ച റെക്റ്റാങ്കിളിൻ്റെ ഏരിയയും? 6 × 3 എന്ന് പറഞ്ഞാൽ 18 അല്ലേ കിട്ടേണ്ടത്? 18 cm². ഇവിടെ നമുക്ക് 18 cm² കിട്ടി. അങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ ചെയ്യേണ്ടത്. നേരത്തെ ചോദ്യം പോലെ തന്നെ സെയിം ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ തന്നെയാണ് ഇതും. √7 cm ഉള്ള ഒരു ലൈന് വരയ്ക്കാനാണ് പറഞ്ഞത്. √7 cm നമുക്ക് ഇങ്ങനെ സ്കെയിൽ വെച്ചിട്ടൊന്നും വരയ്ക്കാൻ പറ്റില്ല. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ആദ്യം തന്നെ 7 cm ഉള്ള ഒരു ലൈൻ വരയ്ക്കാം. 7 cm അതിൻ്റെ ഈ പോയിന്റിൽ നിന്ന് 1 cm ഉള്ള വേറൊരു ലൈനും കൂടി വരയ്ക്കാം. നമ്മൾ നേരത്തെ ചെയ്ത അതേ കോൺസെപ്റ്റാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. PA × PB = PC². അതായത് PA എന്ന് പറയുന്നത് ഞാൻ 7 cm എടുത്തു, PB എന്ന് പറയുന്നത് 1 cm എടുത്തു. PA × PB = PC². PA × PB = PC² എന്ന് കിട്ടി. അതെന്താണ്? 7ഉം 1ഉം ആണ് ഞാൻ PA യും PB എടുക്കണമെങ്കിൽ 7 എന്ന് പറയുന്നത് PC² ആയിട്ട് കിട്ടും. 7 × 1 7 ആണ്, അത് എന്ന് പറയുന്നത് PC² ആണ്. അപ്പോൾ PC എന്ന് പറയുന്നത് √7 കിട്ടും അല്ലേ? √7 കിട്ടും. നമുക്ക് ഈ √7 എന്ന് പറഞ്ഞ ലൈനാണ് ഇവിടെ വരയ്ക്കേണ്ടത്. അപ്പോൾ ഞാൻ ആദ്യം 7 cm ഒരു ലൈൻ വരച്ചു, അവിടെ നിന്ന് 1 cm വേറൊരു ലൈൻ വരച്ചു. എന്നിട്ട് ഇതിൻ്റെ മിഡ് പോയിന്റ് കാണാം. ഇതിൻ്റെ മിഡ് പോയിന്റ് നമ്മൾ 2 ആർക്ക് വെച്ചിട്ട് ഇതിൻ്റെ മിഡ് പോയിന്റ് കണ്ടു, ഈ മിഡ് പോയിന്റ് എടുത്തു. ഈ മിഡ് പോയിന്റ് വെച്ചിട്ട് 7 + 1 8 cm ഡയമീറ്റർ ഉള്ള ഒരു സെമി സർക്കിൾ വരയ്ക്കുക. ഇങ്ങനെ ഒരു സെമി സർക്കിൾ വരയ്ക്കുക 8 cm ഉള്ള. എന്നിട്ട് ഈ പോയിന്റിൽ നിന്ന് ഇങ്ങോട്ട് ജോയിൻ ചെയ്യുക. ഇതിനെ ഞാൻ P എന്ന് കൊടുത്തു, ഇതിന് A എന്ന് കൊടുത്തു, ഇതിനെ B എന്ന് കൊടുത്തു, ഇതിനെ C എന്ന് കൊടുത്താൽ PA × PB = PC². അങ്ങനെ നമുക്ക് PC എന്ന് പറഞ്ഞാൽ √7 cm കിട്ടും. ഇവിടെ കിട്ടുന്ന ഈ ലെങ്ത്ത് പറയുന്നത് √7 ആണ്. PCൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് √7 ആണ്. അങ്ങനെ ചെയ്താൽ നമുക്ക് എന്തായി? 2 മാർക്കാണ് ഇതിനുള്ളത്. 2 മാർക്ക് ഈസി ആയിട്ട് കിട്ടി. അടുത്ത ക്വസ്റ്റ്യൻ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അരിത്തമാറ്റിക് സീക്വൻസ് നിന്ന് എക്സും x-1 ഒക്കെ കണ്ട് നമ്മളൊന്ന് പേടിപ്പിക്കാൻ വേണ്ടി നോക്കിയാണ്. പക്ഷേ സംഭവം സിമ്പിൾ ആണ്. എന്താണ്? ഫസ്റ്റത്തെ ടേം എന്ന് പറയുന്നത് x-1 ആണ്, രണ്ടാമത്തെ ടേം x ആണ്, മൂന്നാമത്തെ ടേം x+1 ആണ്. അങ്ങനെയുള്ള ഒരു അരിത്തമാറ്റിക് സീക്വൻസ് ആണ്. ഫസ്റ്റ് ചോദ്യം എന്ന് പറയുന്നത് വാട്ട് ഈസ് ദ കോമൺ ഡിഫറൻസ്? കോമൺ ഡിഫറൻസ് എത്രയാണ്? x-1നോട് എത്ര കൂട്ടിയാലാണ് x കിട്ടുക? അതായത് x-1നോട് ഏതോ ഒരു നമ്പർ കൂട്ടി x കിട്ടണ്ടേ? ഈ -1 ഒഴിവാക്കി കഴിഞ്ഞാൽ തന്നെ x കിട്ടൂലേ? ഈ -1 ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എന്താ നമ്മൾ
1 ആഡ് ചെയ്യണം. 1 ആഡ് ചെയ്യാന്ന് പറഞ്ഞാൽ എക്സ് മൈനസ് 1 പ്ലസ് 1 എന്ന് പറഞ്ഞാൽ എക്സ് ആണ്. എക്സിനോട് പ്ലസ് 1 കൊടുത്ത എക്സ് പ്ലസ് 1 ആണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? കോമൺ ഡിഫറൻസ് ഡി എന്ന് പറയുന്നത് പ്ലസ് 1 ആണെന്ന് കിട്ടി. അത് നേരെ എഴുതി കഴിഞ്ഞാൽ അതിന് 1 മാർക്ക് കിട്ടി. പിന്നെന്താണ്? ഇഫ് എക്സ് മൈനസ് 1 ഈസ് എൻ ഈവൻ നമ്പർ. എക്സ് മൈനസ് 1 എന്ന് പറഞ്ഞ ടേം ഈവൻ നമ്പർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈവൻ നമ്പർ ആണ്, അതായത് 2ന്റെ മൾട്ടിപ്പിൾ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്, ഈവൻ നമ്പർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണ് വിച്ച് ഇസ് ദ നെക്സ്റ്റ് ഈവൻ നമ്പർ. എക്സ് മൈനസ് 1 ഒരു ഈവൻ നമ്പർ ആണ് അല്ലേ? അടുത്ത ഈവൻ നമ്പർ എങ്ങനെ കാണാം? എക്സ് മൈനസ് 1നോട് 2 ആഡ് ചെയ്താലല്ലേ അടുത്ത ഈവൻ നമ്പർ കിട്ടുക. കറക്റ്റ് അല്ലേ? അപ്പോൾ എക്സ് മൈനസ് 1നോട് 2 ആഡ് ചെയ്താൽ എക്സ് പ്ലസ് 1 കിട്ടി. ഇനി അടുത്ത ഈവൻ നമ്പർ എങ്ങനെ കാണാം? എക്സ് പ്ലസ് 1നോട് ഇനി 2 ആഡ് ചെയ്താൽ പോരെ. അപ്പോൾ എന്താ? എക്സ് പ്ലസ് 3. അങ്ങനെയാണ് ഈവൻ നമ്പേഴ്സ് കാണുക. ഈവൻ നമ്പേഴ്സ് നമ്മളുടെ ഡിഫറൻസ് പറയുന്നത് 2 ആയിരിക്കും. അപ്പോൾ 2 നേരെ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. എക്സ് മൈനസ് 1 ഫസ്റ്റത്തെ ഈവൻ നമ്പർ ആണ് തന്നിട്ടുണ്ട്. ആ ഈവൻ നമ്പറിനോട് 2 ആഡ് ചെയ്താൽ എന്ത് കിട്ടും? അടുത്ത ഈവൻ നമ്പർ കിട്ടും. അടുത്ത ഈവൻ നമ്പർ എന്ന് പറയുന്നത് എക്സ് മൈനസ് 1 പ്ലസ് 2, അതായത് എക്സ് പ്ലസ് 1 ആണ്. ഇതിന്റെ തേർഡ് പാർട്ട് എന്ന് പറയുന്നത് ഇതേ ക്വസ്റ്റ്യനിൽ വെച്ചിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ പോലെ ചോദിച്ചാണ്. പ്രൂവ് ദാറ്റ് പ്രൊഡക്റ്റ് ഓഫ് 2 കോൺസിക്യൂട്ടീവ് ഈവൻ നമ്പേഴ്സ്. ഫസ്റ്റ് നമ്മൾ പറഞ്ഞു ഇത് ഒരു ഈവൻ നമ്പർ ആണെന്ന് നമുക്ക് കിട്ടി. അതുപോലെ തന്നെ എക്സ് പ്ലസ് 1 ആണ് അടുത്ത ഈവൻ നമ്പർ എന്ന് നമ്മൾ കണ്ടുപിടിച്ചു. നേരത്തെ ക്വസ്റ്റ്യനിൽ എക്സ് മൈനസ് 1 ഒരു ഈവൻ നമ്പർ ആണെങ്കിൽ എക്സ് പ്ലസ് 1 അടുത്ത ഈവൻ നമ്പർ ആണെന്ന് കണ്ടുപിടിച്ചു. അങ്ങനെയാണെങ്കിൽ 2 ഈവൻ നമ്പേഴ്സിനെ പ്രൊഡക്റ്റ് ചെയ്യുക, അതായത് 2 കൂടി മൾട്ടിപ്ലൈ ചെയ്യുക, അതായത് എക്സ് മൈനസ് 1 ഇൻറ്റു എക്സ് പ്ലസ് 1 എന്ന് പറഞ്ഞ് ചെയ്തു. പിന്നെ അതിനോട് 1 ആഡ് ചെയ്യുക. 1 ആഡ് ചെയ്ത് കിട്ടുന്ന ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണെന്നാണ് നമ്മളോട് പ്രൂവ് ചെയ്യാൻ പറഞ്ഞത്. അപ്പോൾ ഇത് നമ്മൾ ചെയ്ത് നോക്കുക. എക്സ് മൈനസ് 1 ഇൻറ്റു എക്സ് പ്ലസ് 1 അതെന്താണ്? എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി അല്ലേ? എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ചെയ്താൽ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ കിട്ടും. അപ്പോൾ എക്സ് സ്ക്വയർ മൈനസ് 1 സ്ക്വയർ കിട്ടും. അതിനോട് നമ്മളോട് 1 ആഡ് ചെയ്യാനും നേരത്തെ പറഞ്ഞിട്ടുണ്ട്. 1 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1 ആണ്. അതിനോട് 1 ആഡ് ചെയ്താൽ എന്താ? എക്സ് സ്ക്വയർ തന്നെയല്ലേ കിട്ടുക. അതായത് ഈ മൈനസ് 1ഉം ഈ 1ഉം ക്യാൻസൽ ചെയ്തു പോയി. അന്നേരം അവസാനം എക്സ് സ്ക്വയർ ഉണ്ട്. എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഒരു പെർഫെക്റ്റ് സ്ക്വയർ അല്ലേ? എക്സ് സ്ക്വയറിൻ്റെ ഇതിൻ്റെ റൂട്ട് എടുത്താൽ എക്സ് എന്ന് കിട്ടൂലേ? അപ്പോൾ എക്സിൻ്റെ ഒരു പെർഫെക്റ്റ് സ്ക്വയർ അല്ലേ എക്സ് സ്ക്വയർ. ഓക്കെ, അതാണ് നമുക്ക് ക്വസ്റ്റ്യൻ. അത് സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. 3 മാർക്കിനുള്ള ക്വസ്റ്റ്യൻ ആണ്. ഈ മൂന്നെണ്ണം ഓരോ മാർക്ക് ചെയ്താണ്. ഫസ്റ്റ് തന്നെ കോമൺ ഡിഫറൻസ് 1 ആണെന്ന് എഴുതിയാൽ തന്നെ 1 മാർക്കായി. പിന്നെ ഇത് ഈവൻ നമ്പർ ആണെങ്കിൽ അടുത്ത ഈവൻ നമ്പർ, അതായത് എക്സ് മൈനസ് 1നോട് പ്ലസ് 2 കൂട്ടിയിട്ട് എക്സ് പ്ലസ് 1 അടുത്ത ഈവൻ നമ്പർ ആണെന്ന് എഴുതി അടുത്ത മാർക്കായി. ഇത് നേരെ ഈ ഇക്വേഷൻ വെച്ച് നേരെ പ്രൂവ് ചെയ്താൽ, അതായത് ഇതും ഫസ്റ്റത്തെ ഈവൻ നമ്പറും രണ്ടാമത്തെ ഈവൻ നമ്പറും കൂടി മൾട്ടിപ്ലൈ ചെയ്ത് അതിനോട് 1 ആഡ് ചെയ്ത് കാണിച്ചാൽ എക്സ് സ്ക്വയർ കിട്ടുമെന്ന് നമ്മളൊന്ന് കാണിച്ചാൽ മതി. അങ്ങനെയാണെങ്കിൽ തന്നെ നമുക്ക് 3 മാർക്ക് ഉറപ്പായി. എക്സാമിന് എന്തായാലും ചോദിക്കാൻ ചാൻസ് ഉള്ള സർക്കിൾസ് എന്ന് പറഞ്ഞ ചാപ്റ്റർ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യനിൽ എല്ലാ ഡീറ്റെയിൽസും തന്നിട്ടുണ്ട്. AOB 120 ഡിഗ്രി ആണ്. ഇത് 120 ഡിഗ്രി ആണെന്ന് തന്നിട്ടുണ്ട്. പിന്നെ എന്താ ഉള്ളത്? ദെൻ ഫൈൻഡ് ACB എന്ന് പറഞ്ഞാൽ ഈ ആംഗിൾ എത്രയാണെന്നാണ് ചോദിച്ചത്. ഇത് 120 ആണെങ്കിൽ ഇതിന്റെ പകുതി ആയിരിക്കില്ല ACB. അത് നമ്മൾ പഠിച്ചതല്ലേ. ഈ സെൻട്രൽ ആംഗിളിന്റെ ഹാഫ് ആയിരിക്കും ഇപ്പോൾ ഉണ്ടാകുന്ന ആംഗിൾ എന്ന് നമ്മൾ പഠിച്ചാണ്. അപ്പോൾ ഇതിന്റെ പകുതി 60 ഡിഗ്രി ആയിരിക്കും ഇവിടെ ACB എന്ന് പറഞ്ഞത്. അതുപോലെ തന്നെ ADB എന്ന് പറഞ്ഞാൽ ഈ ആംഗിൾ എത്ര ആയിരിക്കും? ഇതൊരു സൈക്കിൾ ക്വാഡ്രാറ്റിൽ ആണെങ്കിൽ ഇത് നമ്മൾ സപ്ലിമെന്ററി ആംഗിൾസ് ആയിരിക്കും. അപ്പോൾ ഇതും 120 ഡിഗ്രി ആയിരിക്കും അല്ലേ? സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. നേരെ ഇങ്ങനെ 60 ഡിഗ്രിയും 120 ഡിഗ്രിയും കണ്ടുപിടിച്ചാൽ തന്നെ നമുക്ക് 2 മാർക്ക് ഉറപ്പായി.